അസ്സലാമലൈക്കും, നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവർക്കും. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, കുറച്ച് കപ്പളങ്ങ താളിപ്പ്, അതായത് തോനെ വെള്ളമൊന്നും ഒഴിക്കാതെ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു താളിപ്പ് കഴുകി വൃത്തിയാക്കി പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഇവിടെ വെച്ചത്. അങ്ങക്ക് തോനെ കാണണ്ടെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടാണ്ടാച്ചിട്ടാട്ടോ അതൊക്കെ. ആദ്യം കപ്പളങ്ങ ഇപ്പം എല്ലാവർക്കും അറിയുന്ന സാധനമാണല്ലോ അല്ലേ. അപ്പോൾ ഞാനത് ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ച്. ഇങ്ങോട്ട് നോക്കാം നിങ്ങൾ, നമുക്കൊരു എന്താണ് കാണുന്നില്ല നിങ്ങൾ, പിന്നെ ഇപ്പോൾ കാണില്ലേ, ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ളൂ എന്നിട്ട്, അതുകൊണ്ടാണ്. വെണ്ട ഒന്ന് മുളകിടാം നമുക്ക്, ഇതിക്ക് പറ്റിയത് അച്ചാറ് പോലെ ഒരു മുളക് ഇടൽ. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്താട്ടോ. ഇതണ്ട ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു 4 വെണ്ട ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയൊരു മുളകിട്. ഇനി വേണമെങ്കിൽ ലേശം കൂടി പോയി പറിക്കട്ടോ, വേണമെങ്കിൽ തരിഞ്ഞില്ലെങ്കിൽ അരിഞ്ഞു നോക്കിയിട്ട്. പിന്നെ അതാ കണ്ടോ, വഴുതന കിട്ടി, പയറ് കിട്ടി. ഈ കപ്പളങ്ങ നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ, ഇത് നമ്മളുണ്ടല്ലോ വാങ്ങണ കപ്പളങ്ങ അപ്പോഴൊന്നും വാങ്ങിയല്ല. ഇതിൻ്റെ കുരു ഞാൻ രാത്രി ചോറുന്നല്ലേ ഇനി കുറേ മുമ്പ് തടി കുറയാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഇന്ന് കഴിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ കുരു ഇങ്ങനെ നമ്മൾ വലിച്ചെറിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കപ്പളങ്ങ കേട്ടോ. അത് ഒന്നൊന്നല്ല 4-5 ഉണ്ടായി. ഒന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. നല്ല ഒരു കപ്പളങ്ങ, നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല മധുരവും ഉണ്ട്. പഴുത്തിട്ടുള്ള കാര്യം കേട്ടോ പറയുന്നത്. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഒരു മരം നമ്മളെ വീട്ടിലുണ്ടായി, കപ്പളങ്ങ എന്നാണ് അതിന് പറയാം. അപ്പോൾ ഈ മുളക് ഇടലിക്ക് വേണ്ടിയ സാധനം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ താളിപ്പിനുള്ളതാണ്. പിന്നെ നമ്മൾ മുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇനി നമുക്ക് വെണ്ട, ഇത്ര മാത്രം മതി. നമ്മളെ വീട്ടിലിപ്പോൾ ഒന്നും കറി വെക്കാമെന്ന് വിചാരിക്കുക. ഒരു 2 വെണ്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇത് നമുക്ക് ചോറ് തിന്നാൻ ഒരു മുട്ട പൊരിച്ചതും ഇതൊക്കെ ഇത് ഇങ്ങനെ കേട്ടോ അരിയണ്ടി, തോനെ നീളത്തിലല്ല. ഇതുണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ, ഇതാ ഈ രീതിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മുളകുണ്ട്, ഈ ഭാഗത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഈ വലുപ്പത്തിൽ, തോനെ നീളത്തിൽ അരിയരുത്, നല്ല വേണ്ടേ. പിന്നെ നമ്മളെന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമല്ലോ. കാരണം നമ്മൾ അതിൽ വിഷം ഒന്നും അടിക്കണില്ലല്ലോ. അപ്പോൾ നല്ല ചാരവും ചാണകപ്പൊടി ഇട്ട് ഞാൻ കുറച്ച് വിത്ത് നമുക്ക് കിട്ടിയെന്ന് ഈ പഞ്ചായത്തിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഉണ്ടാക്കിയതാണ്. അത് പെട്ടെന്ന് ഉണ്ടായിട്ടോ. തയ്യായതുകൊണ്ടേ നമ്മൾ മുളക്കാനൊന്നും നിന്നില്ലല്ലോ, തയ്യല്ലേ ഒരു തരല്. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക, ഉണ്ടാവും. പിന്നെ അതുപോലെ കിട്ടിയത് തന്നെ കേട്ടോ ഈ പയറ്. ഇതണ്ടില്ലേ, പയറ് കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചതുണ്ടോ, പയറും കിട്ടി. പിന്നെ നമ്മളെ വീട്ടിൽ ആദ്യമേ ഉള്ളതാണ് വഴുതന. ഒരു മരം, ഒറ്റ മരം ഉണ്ടായാൽ മതി നമുക്ക്. വേണ്ട അതും ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള, അതൊന്നും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയല്ല. അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഇതണ്ടോ ഈ രീതിക്ക് അരിഞ്ഞാൽ മതി. നല്ല ടേസ്റ്റാണ്. ഇതിക്കൊരു മുട്ട പൊരിച്ചതും ഉണ്ടെങ്കിൽ നമുക്കിത് കുറച്ച്, ഇപ്പോൾ കറി മാത്രം ആണെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് എടുത്താൽ മതി. കുറച്ചൊരു വെള്ളം ഒഴിച്ചിട്ട്, അല്ല നമുക്ക് വേറെ കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് നമുക്ക് ഉണ്ടാക്കാം. അച്ചാറ് പോലെ ആക്കട്ടോ. നല്ല ടേസ്റ്റാണ്. വെണ്ടോണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്യണേ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളാരും എന്താ ഇപ്പോൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ അങ്ങനെ കാണുന്ന ആൾക്കാരോടാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഇതുമാവും. ഇതൊക്കെ ഞാൻ കഴുകി പെറുക്കി വെച്ചതാട്ടോ. അപ്പം ഞാൻ വെണ്ട കഴുകി തോടെടുത്താണ്.
വേണ്ടാന്ന് അറിയുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, പിന്നെ പെട്ടെന്ന് വെള്ളം കയറും ഇതിൻ്റെ അകത്ത്. നമ്മൾ ഞെട്ടിയും പിന്നെ അരിഞ്ഞിട്ട് കഴുകുകയാണെങ്കിൽ അങ്ങനെ കഴുകരുത്. വെണ്ട കഴുകിയിട്ടേ അരിയാവും. അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യട്ടോ. പിന്നെ എന്താണ്, അതിൻ്റെ തലഭാഗമൊന്നും വെട്ടാതെ അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ വെള്ളം കയറിയാൽ അതിങ്ങനെ ഒരു വഴുവഴുപ്പ് വയ്ക്കും. എത്ര നമ്മൾ വാട്ടിയെടുത്താലും ശരിയാവില്ല. അപ്പം അതിന് വേണ്ടി പറഞ്ഞ. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് നമുക്ക് നല്ല നല്ല ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം നിങ്ങളെ കമൻറ്റ് എന്തൊക്കെ പിന്നെ നമ്മൾ ചെയ്യണതിൽ പാട്ടുള്ളതും ഇല്ലാത്തതും നല്ലതൊക്കെ വിടണം. നമ്മൾ ഒരു വീഡിയോ ഇടണമെങ്കിൽ എന്തോ ഒരു കഷ്ടപ്പാടാണെന്നറിയാം നിങ്ങൾ. ഇപ്പം നിങ്ങൾ അറിയും ഇപ്പം നിങ്ങളെ ഇടാൻ നിൽക്കണം. അങ്ങനെയല്ല, നമ്മൾ ഓരോന്ന് വെറുതെ ഒരു പണിയില്ലായിട്ട് അപ്പം അതിന് തന്നെ കുറേ ആൾക്കാർക്ക് കുസുമ്പാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ വേറെ ഒന്നും പണിയില്ലേ എന്നൊക്കെ എന്നോട് എത്രയോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ പണിക്കൊന്നും പോകാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വെറുതെ വീട്ടിലിരിക്കല്ലേ വിചാരിച്ച് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണുക. ഇതാ വെണ്ട ഇതുപോലെ അരിഞ്ഞെടുത്ത്, പച്ചമുളക് ഒരു 4 ഉണ്ട്. ഇത് ലേശം എരിവ് കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 4-5 എടുത്തിരുന്നു. ചെറിയ ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ, അത് മൂത്താൽ നല്ല എരിവ്, പക്ഷെ അത് മൂപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലും പച്ചമുളക് കുറേ കണ്ട് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താളിപ്പ് വരുമ്പോൾ തോനെ വെള്ളമില്ലാതെ കേട്ടോ, ഒരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കാനാണ്. മെഴുക്ക് പുരട്ടി അല്ലേനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കേ. നമ്മൾ പുളി ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചാണ് കേട്ടോ. ചുടുവെള്ളത്തിലാവുമ്പോൾ അതിലൊരു ഉള്ളി ഉണ്ടാവും. ചുടുവെള്ളത്തിലാവുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞിട്ടു. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല ഒരു കുരുവൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി പുളിയാണിത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി വെച്ചാൽ, നമുക്ക് കറിക്കുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി, പെട്ടെന്നാകുമല്ലോ. ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണത് എന്താണെന്നറിയോ, അത് നമുക്ക് ഒരു കാര്യമായി, നിങ്ങൾക്കൊരു അറിവായി എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ. ഇപ്പോൾ ലേശം കല്ലുപ്പിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് കഞ്ഞി വെള്ളത്തിൻ്റെ അധികം കട്ടിയില്ലാത്ത, പിന്നെ ഇതൊന്ന് വേവാനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുത്തുക. ഇപ്പുറത്തെ അടുപ്പത്ത് ഇതും ഉണ്ടാക്കുക. പെട്ടെന്ന് കറികളെ പണി ചെയ്യും. ഞാനിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അതാണ് കറി വെക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങളെ കാണിക്കുന്നുണ്ട്. എല്ലാവരും നല്ല മനസ്സുള്ള എല്ലാവരും ഒന്ന് കാണുക, നമ്മളെ വിജയിപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് തുടങ്ങിയല്ലേ. അപ്പോൾ കണ്ടോളിട്ടോ എങ്ങനെ വെണ്ട ഉണ്ടാക്കണേ. നമ്മൾ ആദ്യം വെണ്ടയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെണ്ടാന്നല്ല, ഞാൻ അടുപ്പത്ത് കപ്പളങ്ങ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ നമ്മളെ വീട്ടിലുണ്ട്. പൂരിൻ്റെ സാധനമൊക്കെ ഇതിൽ അധികം ഇങ്ങനത്തേലൊക്കെ ഉണ്ടാക്കിയല്ലേ നല്ല വെച്ചിട്ടാട്ടോ ഈ ചട്ടി വെച്ചിട്ടുള്ളത്. അതൊന്നുമില്ല, എന്നാലും വേണ്ടിയില്ല. അപ്പം ഞാൻ തീയൊന്ന് കത്തിച്ചിട്ട്, തീ കത്തിച്ച ഓർമ്മ കേട്ടോ. ചട്ടിയൊക്കെ കുറേ നേരമായി തീ വെച്ചിട്ട്, ചൂടാകാൻ നേരമായി. അപ്പോൾ ഇതിന് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നുണ്ടാവും. എന്നാലേ അതിക്ക് എന്തൊക്കെ ചേർക്കുന്നുണ്ട് എന്നൊക്കെ അറിയുള്ളൂ. ഞാൻ പിന്നെ കുറേ നേരം നിന്ന് വർത്താനം പറയാൻ നിൽക്കില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാച്ചിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുക നമ്മളോട്. അപ്പോൾ എല്ലാവരും, അപ്പം നമ്മൾ എന്താണെന്നറിയാം, ഒരു അയൽക്കൂട്ടത്തിന് പോയാലും ആൾക്കാർക്ക് പറ്റൂല. ഇപ്പോഴും അയൽക്കൂട്ടാണോ എന്നോട് പറഞ്ഞതാ കഴിഞ്ഞ ദിവസം. അപ്പം നമ്മൾ ചെയ്യണമൊക്കെ കുറ്റമാണ്. നേരെ മറിച്ച് കുറച്ച് പൈസ ഉള്ളവരാണെങ്കിൽ ഒരു ചെയ്യണമൊക്കെ നല്ലതായിരിക്കും. അപ്പം നമ്മൾ ചെയ്യണമൊക്കെ കുറ്റമാണ്. അത് നോക്കിയിട്ട് കാര്യമില്ല. അതൊന്നും നമ്മൾ നോക്കണ്ട. അപ്പം എത്രയോ ആൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ വീഡിയോയിൽ കാണാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾക്ക് എങ്ങനെയാണോ കഴിയാൻ പറ്റുക അതൊക്കെ ചെയ്യുക. അപ്പോൾ അതാ
അപ്പോൾ ഞാൻ ലേശം എണ്ണ ഇട്ട് ഒഴിച്ച് എണ്ണയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഇതാ എണ്ണയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണ. പച്ചക്കറി തിന്നണവർക്കാട്ടോ കൊടുത്ത്. പച്ചക്കറി എന്താ വെച്ചാൽ ചോറ് സാധാ ചോറൊക്കെ തിന്നണവർക്ക് നോക്കുമ്പോൾ എല്ലാവരുടെ പ്ലേറ്റിലും ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മൾ വെണ്ടോണ്ട് എന്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. തീ കുറച്ച് വെച്ചിട്ട് ലേശം കൂടി പോയി ഉലുവയും കടുകും ഇട്ട് നമുക്കൊരു വറ്റൽ മുളക് കണ്ടിട്ട് ചെന്നത്. നമ്മൾ ഇതൊക്കെ മുളകൊക്കെ കഴുകി ഉണക്കി വെച്ച മുളകാട്ടോ. നമ്മൾ എന്താണ് കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് കഴുകി ഉണക്കി വെച്ചാണ്ട്, അല്ലെങ്കിൽ അതിന് നിറച്ച് ചളിയും പൊടിയൊക്കെ ഉണ്ടാവും. അതൊന്നും പിന്നെ കറിയിൽ ആക്കണ്ട. അപ്പോൾ പല രോഗങ്ങളുള്ള എന്നാലും രോഗം വരാവും എന്നാലും നമ്മൾ നോക്കുക അങ്ങനത്തെ. അപ്പോൾ കറിവേപ്പിട്ട് കടുകിട്ട് ഉലുവട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വെണ്ടിട്ടൊന്ന് അതിൻ്റെ വഴുവഴുപ്പൊന്ന് കളയണം. അപ്പോൾ പച്ചമുളകും ഇടുക കേട്ടോ. പച്ചമുളകും ഇട്ട് അപ്പോൾ അതാ ഈ വഴുവഴുപ്പൊക്കെ പോയി കണ്ട വേറെ പറയാന്നായി ഇതില്ലേ നല്ല കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചട്ടി, ആ ചട്ടി തന്നെ വെച്ചിട്ട് ലേശം എണ്ണ ഒഴിച്ച് കടുകിട്ട് എന്താണ് കറിവേപ്പിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ടിട്ടാലും മതി. ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ഇത് ആദ്യം ആക്കിയാലും മതി കേട്ടോ. ഞാൻ പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ ചെയ്താൽ സമയമില്ലാത്തതിൽ ആദ്യം ഇതിട്ടിട്ട് ഈ വെണ്ട വഴറ്റിയിട്ടാലും മതി. അതാണ് പെട്ടെന്ന് എളുപ്പമാകുക. നമുക്കിപ്പോൾ ടൈം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ചൊന്ന് വാടി മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ വേണം. എന്തൊരു എളുപ്പമാണ് ഇതുണ്ടാക്കാൻ. അതാണ് അടിപൊളി ടേസ്റ്റും അതല്ലേ. അപ്പോൾ അതാ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടാകും. മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂണിൻ്റെ അടുത്ത്. പിന്നെ മുളക് പൊടി. മുളക് പൊടി ഓരോരുത്തരെ എരിവിനനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ കുറച്ചൊന്നും ഇടുന്നുണ്ട് കേട്ടോ. 2-2.25 സ്പൂണ് ഇടുന്നു. എരിവ് പിന്നെ ഓരോരുത്തരെ ഇതിനനുസരിച്ച് നമ്മൾ ഇടുക. നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വന്നു പുളിവെള്ളം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം വെച്ചിട്ടോ, കുറച്ചുകൂടി വയ്ക്കുക. പുളി പിഞ്ഞ് വെച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല കാറിലാട്ട് ഉപ്പിട്ട് പൊടിപ്പ് കഴിഞ്ഞപ്പോൾ കല്ലുപ്പിട്ട് ഞാനത് തിളച്ച് നല്ല പുളിയുണ്ട് കേട്ടോ. ഇതിലേക്കിടുക. തിളച്ച് വന്നപ്പോൾ നമുക്ക് ഇതിലേക്കിട്ട് ഈ ഒരു കൂട്ടാനും കറിയും കപ്പളങ്ങൻ്റെ ഒരു വെളുവേറി ചില സ്ഥലത്തൊക്കെ അങ്ങനെ കേട്ടോ പറയാം.
മുളകും തേങ്ങയും നട്ടാട്ടിയിൽ വെളുവേറി അതുമുണ്ട്. അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചാൽ കറി ഇത് റെഡിയായി. അപ്പം നമ്മൾ കായപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ, മറന്നു അതിനെ ഇവിടെ കൊടുന്നൊക്കെ വെച്ചാണ്. കുറച്ച് കായപ്പൊടി ഇല്ല. ഇതങ്ങാണ്ട് കൂട്ടി ചോറുന്നാണ്ടല്ലോ ഇന്ന് ചോറ് തരില്ല ഇതുണ്ടാക്കുന്നവർ, അത് ഉറപ്പാണ്. ചോറ് കുറച്ച് അരി അധികം ഇട്ടുള്ളൂ, പറഞ്ഞില്ല അറിയണം. റെഡിയായിട്ടാ. അപ്പോൾ നമ്മളെ കപ്പളങ്ങ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂണ് കടുകിട്ട് ഒരു 3 ചെറിയ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതായത് ചുമന്ന ഉള്ളി ഇതിലേക്ക് ഇടാം. ഒന്ന് പൊട്ടി വരുമ്പോൾ അപ്പോൾ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ വൈകുന്നേരമാവോളം ഉച്ചാവോളം കാത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മടിച്ച് നിൽക്കാതെ പെട്ടെന്ന് ചെയ്യുക. ഇനി അടുക്കളയൊക്കെ ഒന്നാണ് വൃത്തിയാക്കി പരന്നതൊക്കെ ഒന്നാണ് മോറി കഴുകി വെച്ച് പിന്നെ തിരുമ്പാനും കുളിച്ചാനൊക്കെ ഉള്ളത് നോക്കുക. വേറെ പണിയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അങ്ങനെയാണ്. കോട്ടാവി ഇട്ട് ഇങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. എനിക്കിപ്പോൾ ഒന്നും സുഖമില്ല, എന്നാലും ഞാൻ കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒന്നുമില്ല. ഉരവേദനയൊക്കെ ഇളകിക്കണം മക്കളെ. പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇതിരിച്ചിടുക. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കണം എന്താ കാണിക്കാത്തത് അത് ചോറ് വേകണം. അത് ഇതിക്ക് പിന്നെ ഒഴിച്ചാലും മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ. നല്ല കട്ടിയുള്ള ഒഴിക്കണ്ട കേട്ടോ, അപ്പോൾ അത് കുറുകി പോകും. പറ്റേ കുറുകി വെച്ചാൽ ഇങ്ങനെ എന്താ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കട്ടി ഉണ്ടാവില്ല, അത് വേണ്ട. തോന കട്ടിയില്ലാത്ത വെള്ളം കണ്ട് ഒഴിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഉള്ളി മുളകൊക്കെ മൂത്ത് വന്ന് ഇതാണ് നമ്മളെ കപ്പളങ്ങ വീക്കണ്ട് ഒഴിക്കുക. ഈ കഞ്ഞി വന്നിട്ട് ചോറ് വന്നിട്ട് അതിൻ്റെ കുറഞ്ഞ കട്ടിയുള്ള വെള്ളം ഒരു അരക്കപ്പൊടിക്ക് ഒഴിച്ചാൽ മതി. അപ്പം എന്തായി കറിയായി. അപ്പോൾ ഞാനിതാ ഇതേമാതിരി എടുത്തിട്ടുള്ളൂ. ഇങ്ങോട്ട് നോക്കി വേണ്ട വേണ്ട അത് കാണുന്നുണ്ടോ? ഫോണിങ്ങനെ തിരിഞ്ഞു പോയതാട്ടോ. അങ്ങനെയുണ്ട്. അടിപൊളി കറികളാണ്, നാടൻ കറികൾ. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും. നന്ദി, നമസ്കാരം.